നമ്മുടെ ഫസ്റ്റ് ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ബ്രദറും ഇതിടക്ക് ഇംഗ്ലീഷ് എന്റെ ഇംഗ്ലീഷ് പരിഷ്കാരിയേക്കാണോ അതൊക്കെയത് ഞാനിതൊന്ന് സത്യമായിട്ട് എഡിറ്റ് ചെയ്തില്ല. ഞാനിത് എടുത്തിടും, ഇതൊക്കെ എടുത്തിടും. തക്കുടു ഞാനും അവരെ ഞാൻ തക്കുടു നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നതാണ്. നമ്മളിവിടെ റെഡി ആവാൻ ഇവിടെ 1 മണിക്കൂറായി നമ്മൾ റെഡി ആയിട്ട്. അവിടെ ബ്ലഷും മറ്റേതൊക്കെ ഇടുന്നതേ ഉള്ളു. എന്നെ നോക്കി ഞാൻ പൗഡർ ഇട്ടു, ഒരു ലിപ്സ്റ്റിക് ഇട്ട് ജസ്റ്റ് കൺമേഷ് വെച്ചൊന്ന് കണ്ണു എഴുതി. സുന്ദരിയാണ് വിചാരം ഒരു മൊത്തം പുട്ടിയാണ് മൊത്തം പുട്ടി. അപ്പം നമ്മൾ വെയിറ്റ് മോളിൽ പോകാനാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചെല്ലും, നമ്മളിത് ചളിയല്ലേ നമ്മളിപ്പോ അടിച്ചത്. എന്തുവാ മോയിസ്ചറൈസർ ഞാനും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നലെ ഞങ്ങള് ട്രെയിൻ യാത്രയിലൂടെ വരികയാണ്. അപ്പോൾ എന്റെ വൈഫാന്ന് പറയുന്ന റുമൈസ അണ്ണാച്ചി ചോദിച്ചു, അണ്ണാ എങ്ക പോകുന്നു? ഞാൻ കിടന്ന ഉറങ്ങിയ സമയത്ത് അണ്ണാച്ചി റുമൈസയുടെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അതിർത്തി തർക്കവും മുല്ലപ്പെരിയാർ ഡാമിന്റെ തർക്കവുമായിരുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എപ്പോഴും ഇല്ല പിള്ളാരെ പോലെ ഈ ഫോണിന്റെ കയ്യിൽ. എന്റെ ഒരു ഭർത്താവ് ഇതൊക്കെ ഞാൻ എടുത്തിടും, സീരിയസ് ആയിട്ട് എടുത്തിടും. നാളെ കട്ടിങ്സ് വരും ഇൻസ്റ്റാഗ്രാമിൽ. ഇതാണ്ടേ കണ്ടുണ്ടോ? ഗസ് ചെയ്ത് പറയുന്നവർക്ക് ഗീവവേ ആയിട്ട് തരുന്നതാണ്. 4 ഉണ്ട് ഗീവവേ. മൈക്ക് ഗൈസ്, മൈക്ക് മേടിച്ചതാണ്. പക്ഷെ അത് നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല. മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെ നിൽക്കുന്നൊക്കെ കാണാം. 1.5 മണിക്കൂർ കൊണ്ട് ഒഴുകുന്നത് മൊത്തം പുട്ടിയാണ്. ഒന്ന് വരുവോ? ഞങ്ങള് നടക്കട്ടെ, പയ്യെ അങ്ങ് വരും. പിന്നല്ലാതെ വണ്ടിയില്ല. ഇനി സമയമില്ല. പക്ഷെ ഈ ഫോണിന്റെ കുഴപ്പം എന്താണെന്നറിയാം, നമുക്കിങ്ങനെ ബാക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ തിരിക്കണം. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക് ക്യാമറ ആവും. അപ്പം എന്റെ ഔട്ട്ഫിറ്റ് കാണിക്കട്ടെ ഞാൻ. മോനെ ഇങ്ങനെ ഒന്ന് പിടിച്ചേ, അങ്ങനെ പിടിച്ചോ. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. എന്റെ പാന്റും എന്റെ ഹസ്ബൻഡിന്റെ ഹുഡിയുമാണ്. ഇവിടെ തണുപ്പ് കാരണം നമ്മള് ഇതൊക്കെയാണ് ഇടുന്നത്. ഇതാണ് ഇവിടെ വന്ന അവന്റെ ഒരു ടീഷർട്ട് ഇട്ടു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാന്റ്, എന്റെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്ന ഷൂസ്. അപ്പൊ നമ്മള് അതെ എന്റെ ഹസ്ബൻഡ് അനിയേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഫുൾ നമ്മള് കട്ട് ചെയ്യത്തില്ല, യൂട്യൂബിൽ ഫുൾ ഇടും. ഇല്ലരിക്കോ ഇതിന്റെ കട്ടിങ്സ് നമ്മൾ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടും. അത് കണ്ടിട്ട് യൂട്യൂബ് കാണാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തി എന്റെ ഹസ്ബൻഡിന്റെ സ്വന്തം 4ാമത്തെ പുത്രൻ, അവന്റെ വൈഫ് റുക്കേഷ്. സോറി, 4ാമത്തെ അനിയൻ. അവർ 4 പേരാണ്. ഇത് ഏറ്റവും ഇളയ അനിയൻ, അവന്റെ വൈഫ് അവിടെ നിന്ന് ഒരുങ്ങുന്നു. എന്തുവാ ഇത്? എനിക്ക് ടോയ്ലറ്റിൽ പോണത് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം ഇറങ്ങാൻ. ഇതിങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും.
നിന്റെ മായ കെട്ടിച്ച് എന്റെ മായ കെട്ടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്ത് പോയി ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അല്ല മുത്രി ഫോണിലോട്ട് നോക്കിയേ, കണ്ണം നിറച്ചേ. എവിടെ പോവാ? പബ്ബി പോകുന്ന പോലൊക്കെ ഒരുക്കവാ. നമ്മളെ അപ്പുറത്തെ മാളിലാ പോകുന്നത്. നടന്നു പോകുന്ന മാളയിൽ പോകാനാണ് ഈ പട്ടിശോയും പട്ടിയും. ഓ ഷെംസിന്റെ മോൾ പറഞ്ഞു കേട്ടോ, ചത്തു പോയാലും ചമ്മന്ന് കിടക്കണം. ഇവളെ ഞാൻ കഴിച്ചതിന് ശേഷം, കല്യാണം കഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രീഡം എന്തോന്ന് അറിഞ്ഞത് ഗൈസ്. ലിഫ്റ്റിക്ക് ഐലൈനർ നല്ല പൂ പോലത്തെ ഷർട്ട് ഇതേപോലെ ഇതേപോലെ എത്ര കോട്ടാ ലിപ്സ്റ്റിക് അടിക്കുന്നത്. ഈ ഷൂസ് ഇടുന്നതായിരിക്കും. അത് കൊള്ളത്തില്ല ആ ഷൂസിന്. രസമില്ല. വെളിയിൽ വല്ല ഷൂ ഉണ്ടെങ്കിൽ എടുത്ത് അകത്തിടണം. അടുത്ത് സുന്ദരിയായിട്ടുണ്ട്. നമ്മൾ നാളെ വണ്ടർലേ പോകുന്നുണ്ട്. രാവിലെ എണ്ണീറ്റ് ഇവിടുന്ന് ഒരുങ്ങിക്കണം. 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം നമുക്ക്. അതും വേണ്ട, ഞാൻ പിടിക്കണം പോകും. ഒക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അത് കൊള്ളത്തില്ല, അത് വിട്. നിനക്ക് വേണോ കണ്ണാടി? കൊള്ളത്തില്ല. അതെ പിടിച്ചേറിയല്ലോ. ഷൂ ഇടുകയാണ്. ഷൂ എല്ലാം മാറ്റി. ഷൂ നമ്മൾ ഈ സെൽഫി സ്റ്റിക്ക് ഇതെല്ലാമായിട്ട് മാളിൽ പോകുമ്പം അവർ വിചാരിക്കും ഇവർക്ക് എന്തോ തലയ്ക്ക് സുഖമില്ലെന്ന്. ഓക്കെ, ഇവരുടെ എല്ലാത്തിനും കാലിനൊരു വളമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അപ്പൂന്റെ കാലിന് വാപ്പ ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ ഇവിടെ ട്രോളാ. വീട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളായി. ഭയങ്കര വൃത്തിയുണ്ട്. ലെഫ്റ്റിലെ ഞാൻ സീരിയസ്ലി ഒന്നും കട്ട് ചെയ്യത്തില്ല. ഞാൻ എന്റെ യൂട്യൂബിൽ ഫുൾ ഇടും. ഞാൻ കട്ട് ചെയ്യത്തില്ല. മൊത്തം പൗഡർ വെള്ളപ്പാറ്റയെ പോലാണ്. നമ്മളൊക്കെ അവിടെ ട്രോളാ. വീട്ടുകാരെ തന്നെ ട്രോളാ. ഒരാളും കൂടെ ഉണ്ട്, മിസ്സായി പോയി. ഇതിനപ്പുറം കൂട്ടി കാണാമായിരുന്നു. ഇല്ല പിടിച്ചേ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ടെ. ഇത് ചാർജിങ് കൂടി. നമുക്കൊരു ഊബർ വിളിച്ചങ്ങ് പോയാലോ? വാടി റുമേസ, ഇത് കട്ട് ചെയ്തിട്ടടി വീഡിയോ. പൊക്കി പിടിയടോ. അത്രയും പൊക്കാൻ ഞാൻ വന്ന് അങ്ങനെ നിൽക്കാം. പിന്നെ ഇവിടെ സ്ലൈഡ് നോക്കുന്ന ഇത്ര MB പോവാ. അത് കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് നിന്നെ അവിടെ കാണാനില്ല. കൂട്ടുകാരെല്ലാം ഉണ്ടോ? ഇവിടെ വരാന്ന് പറഞ്ഞോ? ഞാൻ റെഡിയായി. എന്റെ സെൽഫി എടുക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇവിടുത്തെ വഴക്കും വക്കാലവും ഇവിടെ ഒരുത്തിയുടെ മേക്കപ്പും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. ഭാരതീയ പോകുന്നു. ഇനി കൊണ്ടുവരുന്ന കാര്യ വെട്ടം കുറവാ. 5 പൈസയുടെ ബുദ്ധിയില്ല. അതുകൊണ്ടായിരുന്നെങ്കിൽ മരത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ നടന്നാണ് പോകുന്നത്. ഗൈസ്, ഈ ബ്ലോഗ് എടുക്കുന്ന ഒരു വട്ട് കേസാണ്. ഞാൻ പറയട്ടെ. പറയാനുള്ള ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റുമൈസ. ഇതെന്റെ ചേട്ടത്തിയും ഗൈസ്. ഞങ്ങളിപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് പറയൂ. ഇത് എന്റെ സത്യം പറഞ്ഞാൽ മുതുക്കിയ ശേഷം ഞാൻ ഇവിടെ ചേച്ചിയുടെ അനിയത്തിയാണ്. ഇതെന്റെ മോനായിട്ടോ, മൂത്തതാ. അവന് ഷഡ്ഡി ഞാൻ എടുത്തു കൊടുക്കണം, ഉടുപ്പ് ഞാൻ എടുത്തു കൊടുക്കണം, പാൻറ് ഞാൻ എടുത്തു കൊടുക്കണം. അവനൊരു സാധനം തന്നെ ഇടത്തില്ല. ഞങ്ങൾ അവിടെ പോകാൻ
ഷാപ്പിയോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവരൊന്നും പറയാൻ എന്തോ പറയാനേ എന്റെ ബാഗില് അവൻ വരത്തില്ലേ അപ്പു ഇപ്പഴൊന്നും നോക്കണ്ട. നോക്കണ്ടല്ലേ 10-25-30 കിലോമീറ്ററിനപ്പുറമല്ലേ അപ്പുറം സർജാപൂർ എവിടാ നോക്കിയേ. നമ്മൾ നടന്നു പോവേ. സത്യത്തിൽ സ്റ്റിക്കിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ബ്ലോഗ് എടുക്കുന്നവരൊക്കെ സമ്മതിക്കണം. അപ്പൊ നമ്മൾ ഇതാ നടന്ന് പൊക്കോണ്ടിരിക്കുന്നു. നമുക്കപ്പോൾ ഇനി ഭാരതി മോൾ ചെന്നിട്ട് വേണേ വിശേഷം പറയാം. എൻ്റെ കൈ നല്ല കൈ വേണേ ബാക്ക് ക്യാമറ ഉണ്ട്. ബാക്ക് ക്യാമറ സമയം എത്രയായി? നമ്മളിതാ പോകുന്നു. നടന്ന് പോകും. ഇവിടെ ഒരു പട്ടിയുണ്ട്. എന്റെ റഹ്മാനല്ലേ കാണിക്കണം. ഇവരെയല്ലേ കാണിക്കണം. പട്ടി വണ്ടിയുടെ പുറയിലേ ഓടി വരത്തുള്ളൂ, നമ്മുടെ പുറയിൽ ഓടി വരത്തില്ല. കുറെ നടക്കാനുണ്ട്. ഇപ്പോഴേ ശ്വാസം ആ തിരിച്ചു വരുമ്പോ തണുക്കും. എന്താണൊക്കെ പൊഴിഞ്ഞു വീഴും. ഓടി പോകുന്നുണ്ടോ? പട്ടിയൊന്നും വന്നായിരുന്നു. അവിടെ കിടപ്പുണ്ട്. ആ മുടിയൊക്കെ പിടിച്ചിരുന്ന സ്കിൻ കെയർ റൊട്ടീൻ വേണമെങ്കിൽ അല്ല ഹെയർ കെയർ റൊട്ടീൻ വേണമെങ്കിൽ കമന്റ് അല്ല ഗൈസ് കുളിക്കത്തില്ല. കുളിക്കത്തില്ല. കഞ്ഞി വെള്ളത്തിനകത്ത് ഉലുവ. അതെ നമ്മുടെ ഹെയർ കെയർ റൊട്ടീൻ പറയാണ്. ഹെയർ കെയർ അതെല്ലാം ഇരുട്ടാ. കഞ്ഞിവെള്ളത്തിൽ ഉലുവ കാണും. പറ്റത്തില്ല. അപ്പൊ എന്റെ ഹെയർ കെയർ കഞ്ഞിവെള്ളത്തിൽ ഉലുവ. നമ്മള് ഇന്ന് രാവിലെ കഞ്ഞിവെള്ളം ആണെങ്കിൽ അത് നമ്മള് രാത്രി കട്ട് ചെയ്ത് കളയണം കേട്ടോ റമീസ്. ചോറ് വെക്കുന്ന ഇല്ല ചോറ് ഇണ്ടാതിരി ഞാൻ ഈ ഹെയർ അതൊക്കെ അതില്ല അത് ആദ്യത്തെ വീഡിയോക്കകത്ത്. ഇതിന് കഞ്ഞിന്റെ ഹെയർ കെയർ റൊട്ടീൻ. എന്റെ ഹെയർ കെയർ റൊട്ടീൻ നമ്മള് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആറിയിട്ട് കഞ്ഞിവെള്ളം ആറിയിടാം. കഞ്ഞിവെള്ളം അന്നത്തെ എടുത്തിട്ട് അത് ആറണം. ആറിയിട്ട് അതില് നമ്മള് എന്തുവാ ഗൈസ് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇന്ന് വെച്ച കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മള് ഉലുവ ഇത് തിളപ്പിക്കണം. ഉലുവ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉലുവ തിളയ്ക്കണം. ഇതാവും. ഉലുവ തിളച്ച് വരുന്ന സമയത്ത് നമ്മള് മുരിങ്ങയില, കറ്റാർ വാഴ, സത്യം ഒരു സാധനം കറ്റാർ വാഴ, ചെമ്പരത്തി, ഒരു മാസമായത് പച്ചക്കറി ചെമ്പരത്തി, ആ ക്യാരറ്റും ബീട്രൂട്ടും ഇതാക്കി തന്നെ ഉലുവായും കറ്റാർ വാഴയും മുരിങ്ങയിലയും ചെമ്പരത്തി കറിവേപ്പില ഓക്കെ ഇത്ര ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അരയ്ക്കണം. അത് അണ്ണാക്കിലോട്ട് അരച്ചിട്ട് അരിച്ച് തേക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടത്തില്ല. പക്ഷേ ഈ അരിച്ച് തേക്കാത്തപ്പോ എന്ത് പറ്റുമെന്നറിയാം, മുടിയിലല്ല ഇതിന്റെ സംഭവങ്ങൾ കാണും. അല്ല പക്ഷെ അരിക്കരുത്. അരിക്കാതെ മുടിക്ക് ഗുണം കിട്ടത്തുള്ളൂ. പക്ഷെ അരിച്ച് തേക്കാതിരുന്ന് കഴിഞ്ഞാൽ മുടിയിൽ അതെല്ലാം അംശങ്ങൾ 2 ദിവസം എടുക്കും പോകാൻ. കഴുകിയാലും എത്ര കഴിയാലും ചെറുതായിട്ട് ആ കറ്റാർവാഴയുടെ പൊടിയും ഉലുവയുടെ പൊടിയും മുടിയിൽ ഇങ്ങനെ കാണും. പക്ഷെ പ്രത്യേകം വരത്തില്ല, 2 ദിവസം പോകും. പക്ഷെ എന്റെ ഹെയർ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലതായിട്ട് സൂപ്പറായിട്ട് മുടി കിളിക്കും. ഇവിടുത്തെ ലൈറ്റ് കണ്ട് ഇതാണ് ഗോൾഡ് കളർ. അതുകൊണ്ട് സൂപ്പർ വെട്ടം കിട്ടും. അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞ എല്ലാരും നോക്കുന്നു. എനിക്ക് മുഖത്ത് അത് ഞാൻ ഫ്യൂണറലിന് ഞാനോ പൂവോ അങ്ങ് വെക്കും. എനിക്കതിനും വെക്കത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ പൂവ് പിടി എനിക്ക് വയ്യ. ബ്ലഡി ഫുൾ. നമുക്ക് സെൽഫി എടുക്കാം. ഇവിടെ അറിയത്തില്ല. അപ്പൊ ഗായ്സ് നമ്മളിതാ മാളിലേക്ക് എത്തുന്നു. 2 കമിതാക്കൾ നടന്നു പോകുന്നത്. സെൽഫി മോഡാന്ന് പറഞ്ഞ് ഓടി വന്നതാ. എടുത്തോ നടന്നോ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് പാട്ടൊക്കെ കേട്ടോ. നല്ല രസമുണ്ട് നാടാ. അത് വേണ്ടായിരുന്നു. നേരെയൊക്കെ എടുത്താ മതി. നിങ്ങൾ വേറെ എവിടെയോ നടക്കുന്ന കൂട്ടേട്ടോ. അപ്പൊ നമ്മൾ ഭാരതീയ മാളിലേക്ക് എത്തുന്നു ഗൈസ്. ഭാരതീയ മാളിലേക്ക് സീരിയസ്ലി ഞാൻ പറയണം, നമ്മൾ എന്തെങ്കിലും ഒരു സീരിയസ്ലി നമ്മൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് പൈസ വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവര് നമ്മുടെ പ്ലാൻസ് ഒന്നും നാട്ടുകാരോടൊന്നും പറയാതിരിക്കുക.
ഇങ്ങോട്ട് പോകാം. ഫോട്ടോ എടുക്കാതിരിക്കുക. കാരണം നമ്മളൊന്ന് പച്ച പിടിച്ച് കാണുമ്പം എങ്ങനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്യുന്ന ആൾക്കാരാണ് ഇല്ലേ ഫുള്ളുള്ളത്. അഫ്കോഴ്സ് ഉള്ളത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്ക് ടു അവർ വ്ളോഗ് നമ്മുടെ ഒരു ദിവസം സൂപ്പർ ഫോട്ടോ ഇട്ട വ്യത്യാസങ്ങൾ അടിയാം. കാലത്തെ പോലെയല്ല ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിതാ ഗായ്സ് നമ്മൾ ഭാരതീയ മോളെത്തിയിരിക്കുന്നു. ഐ ലവ് ഭാരതീയ. നല്ല രസമുണ്ട് തക്കുടു. ടിക്കോടെ പോയിക്ക് വീഡിയോ വേണോ? ഒന്ന് ടിക്കോടെ കയ്യിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ കറക്കിക്കേ തക്കുടു. സീരിയസ്ലി നല്ല രസമുണ്ട് തക്കുടു. ഞാൻ ഇല്ല നീ കറക്ക് താഴെ എടുക്ക്. അത്രയൊന്നും പറ്റില്ല. അത്രയും കണ്ടോ ഇവൻ എന്തിനാ കറങ്ങുന്നത്? ആ മതി പകുതി വരെ കട്ട് ചെയ്തിടാം. സെൽഫി ഗൈസ് നമ്മൾ സെൽഫി എടുത്തിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഗൈസ് നമ്മളിതാ മാളിലേക്ക് കയറാൻ പോകുന്നു. ബാംഗ്ലൂര് വരുവാണെങ്കിൽ ഭയങ്കര സമാധാനം. ഇവിടെ കേരളത്തിലുള്ള വലിയ യൂട്യൂബേഴ്സ് ആണ് തോന്നുന്നുണ്ട. ഇവിടെ എല്ലാരും നമ്മളെ ഒരുമാതിരി തുറച്ചു നോക്കുന്നു. നമ്മളെന്തോ ഞങ്ങളുടെ ഹാപ്പിനെസ് കണ്ടോണ്ട ഭയങ്കര ഹാപ്പിനെസ് നമുക്കറിയാം. അപ്പൊ നമ്മളിതാ മാളിന്റെ ഇതിനകത്തൊരു ക്യാമറ സാധനം കൂടെ ഐഫോൺകാർ കൊണ്ടുവരും. ബാക്ക് ക്യാമറ. നമ്മളിതാ മാളിലേക്ക് കയറുന്നു. മാളിലേക്ക് കയറുന്നു. ചെക്കിംഗ് ഉണ്ട്. ബാഗ് വെക്ക്. ലൈറ്റ് വേണം. നമ്മൾ ഇവിടുത്തെ ഡാൻസിങ് ഇതൊക്കെ എടുത്തു. ഐസ്ക്രീം തക്കുടു. പേയ്മെന്റ് ചെയ്തോ? ഹൗസ് ദ ഐസ്ക്രീം ലുക്ക്? പക്ഷെ ഇങ്ങനെ വീഡിയോ വേണമായിരുന്നു. ഈ വ്ളോഗ് കട്ടാവരുത്. കാരണം ഇതൊക്കെ ആഡ് ചെയ്താൽ മതി. ആ സംഭവം എന്താ അറിയാവോ? ആഡായിക്കൊള്ളത്തില്ല. കാരണം അത് കട്ടാകുമ്പോ കൊള്ളത്തില്ല. നമ്മുടെ വ്ളോഗിന് വെച്ചാൽ ഫുൾ വേണം. നമുക്ക് എങ്ങനെയാ മേലോട്ട് താഴട്ടോ? നമുക്ക് ഈ വെളിയിൽ ഇറങ്ങി ഫോട്ടോ എടുത്ത് പോകാം. ഫുഡും അത് ഇതൊക്കെ ജിറാഫ് ഉണ്ട്. ഫോട്ടോ അടുത്ത ദിവസം വന്നപ്പോ ഇത്രയും ഡ്രസ്സില്ലേ? ഫോട്ടോ എടുത്തില്ല ഇത്രയും. ചുമ്മാ വരും. തൊട്ടടുത്തായി നമ്മളെപ്പോഴും വരും. ലിപ്സ്റ്റിക് ഫുൾ ഉള്ളിൽ പോകും. ഇവിടെ ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലെല്ലാം എപ്പോഴും കാണും. ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾ. അന്ന് വെച്ചാൽ എന്നോട് അവർ 200നെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ കാലെടുത്ത് എനിക്ക് എപ്പോഴും കറക്റ്റ് ആൻസർക്ക് ഓരോ ഗിഫ്റ്റ് നമ്മുടെ സ്പോൺസർ ഒന്നോട്ടില്ല. 2 വാഴകൾ. കൊലയില്ലാത്ത വഴി. നമുക്ക് അവിടെ നിൽക്കാം. മറ്റേ വണ്ടി വരും.
കായ്ക്കാത്ത വാഴയില്ലേ? കൊലയില്ലാതെ ഇങ്ങനെ കായ്ക്കും. ഇവിടെ രണ്ടോട് അടി തുടങ്ങി. ഫോട്ടോ എടുക്കുന്നോ? ഇല്ല കൊലയില്ലെന്ന് വാഴയ്ക്ക്. അവർ നീ കായ്ക്കാത്ത വാഴ. മണ്ട പോയ വാഴയ്ക്ക് എങ്ങനെയാ കൊലക്കുന്നത്? ഇവിടെ രണ്ടൂടെ ചേരും. ആ ഫോട്ടോ എടുച്ചില്ലേ? ഫോട്ടോ എടുത്തോ. ഇപ്പൊ വണ്ടി വന്നാൽ അത് കേറിക്കോണം. ഫോട്ടോ എടുക്കാൻ പോവാ. എടുക്കാം. നാളെ പോസ്റ്റ് ചെയ്യണ്ടേ? കേറിയിരിക്കല്ലേ? ആ ശരിയാ, പോയി ഇരി. പിൻട്രസ്റ്റ് ഡ്രസ്സസ് നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. പിൻട്രസ്റ്റ് ഡ്രസ് ഇവിടെ ആരും ഇല്ലേ? വേണ്ട ഹുഡീസ് കിടക്കുന്നു ഇവിടെ. ഇത് കൊള്ളാം, നല്ല രസം. ഡ്രസ്സ് നോക്കുകയാണ് ഗൈസ്. നെഞ്ചത്ത് മൊത്തം പൂവും പൂക്കലായിട്ട് ഇറങ്ങി. മുടി കളർ ചെയ്ത് അത് കൊള്ളാടി. കൂട്ടി കൊള്ളാം, എനിക്കിഷ്ടായി. അതെ ഏതാത്? മോളെ എടുക്കുന്നോ? ആണോ? അതെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും. ഞാൻ ബൈ 500 കൊള്ളത്തില്ല. ഒരുപാട് കളക്ഷൻസ്, സ്റ്റാർസ്. എന്ത് എനിക്ക് ഞാൻ ആദ്യം എടുത്ത ആ പൂച്ചക്കുട്ടി ഇഷ്ടപ്പെട്ട. അതെ, അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല. നമ്മളാരായി ധരിക്കാളത്? അത് ആന്നടി എനിക്ക് മുമ്പ് പാനിപ്പൂരി കഴിക്കാം. പാനിപ്പൂരി, ബെൽപൂരി, മസാലപ്പൂരി. ഭർത്താക്കന്മാരല്ല ഇങ്ങനെയാണ്. ഭാര്യമാർ ഡ്രസ് എടുക്കും. മുളഞ്ഞ് എടുക്കുന്നു. എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റ് കമന്റ്. അതെ, അത് ഷോൾഡർ ടച്ചിലാണ് അത് വരുന്നത്. അതുകൊണ്ട് ഇടുമ്പോൾ നല്ല രസമാണ് അത്. ബൈ 2 ഇട്. 500 രൂപയല്ലേ ഉള്ളൂ. ഇതും വേറൊന്നും കൂടെ ഇട്. അതേതാ എടുക്കുന്നത്? കൈ വെക്കണം, ഇല്ല പിന്നെ കിട്ടത്തില്ല. പൂച്ച അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇതെങ്കിൽ താ, പിന്നെ കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കുണ്ട്. മോളെ ഉണ്ട് ഇപ്പുറത്ത് ഹുഡി കിടക്കുന്നത്. ഡീ ആ എന്താ ഗോവയിൽ പോവാണ് അവള്. ഗോവ ഡ്രസ്സ് നല്ല രസമാണ്. ആ പാൻറ്റും കൂടെ ഇട്ടോ. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. ഈ പാൻറ്റും കൂടെ ആവുമ്പോൾ നല്ല രസമാണ്. ആ അത് ചേരും. ഇതും ആ ഈ പാൻറ്റും അകത്തൊരു ഇതോട്ട് നല്ല രസമാ. എന്നാ വേണ്ടായോ ഇത്? ഇഷ്ടപ്പെട്ടില്ലേ? ഇട്. ഇപ്പൊ ഗൈസ് നമ്മൾ ഈ ഡ്രസ് കൺഫേം ചെയ്തിരിക്കും പെർ പീസ്. ആ അപ്പൊ അമ്മോളെ അവിടെ വെച്ചിട്ട്. ഓ അത് സെപ്പറേറ്റ്. ഇത് ഈ റോ കിടക്കുന്നത് ഫുള്ളും അത് സെപ്പറേറ്റ് വെച്ചേക്കുമല്ലേ? സമാനമല്ലോ. ഭയ്യ that row 1 piece 500. ഹുഡീസ് എല്ലാം 1 piece 500. പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന ഭർത്താവ്. ദേഷ്യം വരുന്നു ഭർത്താവ്. ഞാടി നരമ്പ് വലിഞ്ഞ മുറുകന്. പേശികളാകെ ഊരിട്ട് തക്കടൂര് ദേഷ്യം വരുന്ന കാര്യം. എൻ്റെ ഒരു ചേട്ടൻ്റെ കട്ട് തക്കടൂനെ ഇപ്പൊ കാണുമ്പോ. എടി എനിക്ക് വിശക്കണൊരുക്കൂ.
എന്തുവാ അവിടെ എനിക്ക് വയ്യാത്തൊന്നും ബാപ്പി ഒന്ന് വേറെ വല്ലതൊക്കെ മേടിച്ചു കൊടുത്തതാണ്. പൊറോട്ട മേടിച്ചെടുത്തേക്കഴിഞ്ഞു. കൊണ്ട് കയറി പോന്നു. കുറേ നേരമായിട്ട് നമ്മൾ ഈ കടയിൽ നിൽക്കുക. അങ്ങനെ നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ പോകുന്നു. അതെ, എൻ്റെ ഡ്രസ്സ് എടുത്ത് ഇത്ര നേരം വെയിറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോഴും കോപാകുലനായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ് ഗൈസ്. നമുക്ക് ഇവിടെ വൈകിട്ടൊക്കെ നടക്കാനൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. നമുക്ക് ഇത് ലൈറ്റൊക്കെ ഇപ്പോൾ ലൈറ്റ് റീസെൻ്റായിട്ട് ഇട്ടതാണ് ഇവിടെ ലൈറ്റ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ. നമ്മൾ വീഡിയോ എടുക്കുന്നത് നാട്ടുകാരെല്ലാം നമുക്ക് വട്ടൊക്കെ ചിരിക്കുന്നു. പക്ഷേ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ നടക്കും. വീഡിയോ ഇടാൻ പോകുന്നത് ഫുള്ള് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ പോവാം. ഇവിടെ പിന്നെയും രണ്ടുകൂടെ അടി. തക്കൂടെ നടന്നേ. ഇത് വീഡിയോ നോക്ക്. അത് പോയി നട. രണ്ടൂടെ വീഡിയോ കാണുമ്പോൾ സ്നേഹത്തെ നടക്കുന്നത് നമുക്ക് തോന്നും. രണ്ടൂടെ എവിടെ ഇരുന്ന് അടിയിടുവാണ്. അപ്പം ഇതാണ് നമ്മൾ ഭാരതീയ സിറ്റി എത്തി. ഭാരതീയ സിറ്റി ഇവിടെ അടിയാ. ഇനി കുറച്ച് എത്തിക്കുന്നോ. ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. സീരിയസ്ലി പറയാണ്, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഫുൾ വൈബാണ്. ആണോ? ഞാനൊരു സുന്ദരിയാ. ഐ നോ. കുട്ടിയൊക്കെ ഞാൻ ഈ വ്ലോഗ് കാണുന്നവർക്കറിയാം. ഈ വ്ലോഗ് കാണുന്നവർക്കറിയാം ഇതില് ആരാണ് ഒഴിക്കാൻ താമസിച്ചത്, ആരാണ് ഇഷ്ടംപോലെ പുട്ടിയിട്ടത്. കുറച്ച് സാധനങ്ങൾ, കുറച്ച് ബ്ലഷ്, കണ്ണിന്റെ മണ്ടയ്ക്ക് എന്തൊക്കെയോ മിനുക്കം, ലിപ്സ്റ്റിക്ക്. എന്റെ മുടി നോക്ക്, മുടി നോക്ക്. ആഫ്രിക്കക്കാരിയാ നോക്ക്. ഇതൊക്കെയാ നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ. ഇതൊക്കെ മേക്കപ്പിന്. ഞാൻ എന്തോ ഇട്ടെന്ന് ചോദിയില്ലേ. ലേശം പൗഡർ വാരിയിട്ട് കൺമഷി വെച്ചൊന്ന് കണ്ണെഴുതി ലൈറ്റ് അടിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട്. അത് ഐസ്ക്രീം കഴിച്ചപ്പോൾ കുറേയൊക്കെ അങ്ങ് പോയി. ഞാൻ വീഡിയോ ഒന്നും കട്ട് ചെയ്യത്തില്ല. ആദ്യം ഇവൻ കുറച്ച് ക്യാഷ് പോലത്തെ സാധനങ്ങളൊക്കെ കാണിക്കുന്നു. അതെല്ലാം ഞാൻ എടുത്തിടും. അതൊക്കെ ഞാൻ ഇടാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്ന് എന്നെ ഇങ്ങനെ കാലിൽ നിന്ന് വലിച്ചങ്ങോട്ട് കയറും. എന്നാലും ഈ തോന്നിവാസമൊക്കെ എടുത്തിടുന്നതിൽ. പക്ഷെ എന്നാലും ഞാനിടും കഴിച്ചു. എനിക്ക് അങ്ങനെ നമ്മളിടും. അപ്പം അതെ, നമുക്കൊരു വണ്ടിയുണ്ട്. അത് എൻ്റെ പുത്രം എടുത്തോണ്ട് പോയി. നമ്മളതുകൊണ്ട് എത്രയും നമുക്ക് നടക്കേണ്ടി വന്നത്. എനിക്കാണെങ്കിൽ ഇച്ചിരി വണ്ണമുണ്ട്. ഇച്ചിരി കുറയട്ടെ. മറ്റേ വണ്ടർലയിലെ ആനക്കുട്ടി പോലെ ഇരിക്കുക. ഞാൻ ഒന്നും അറിയാതിരിക്കാനാണ് ഈ ഹുഡീസൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. ഞാനും എനിക്ക് തണുത്തിട്ട് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പൂവൊക്കെ ദേഹം മൊത്തം പോവും. അതെല്ലാം പറഞ്ഞു പോകും. അപ്പം ഗൈസ് നമ്മളങ്ങനെ പോവുകയാണ്. ദക്കുടു ഇത് വേണോ? മോമോസ് വേണോ? അത് അവൻ അത് ഇരുന്ന് കഴിച്ചു. നല്ല എനിക്ക് ഇഷ്ടപ്പെടില്ല. കഴിക്കില്ലേ? ഷവർമ്മ വേണം. അവിടുത്തെ മോമോസ് കഴിക്കത്തില്ല. അതവിടെ എനിക്കൊരു ഷവർമ്മ കിട്ടിയേക്കാം. പറ, ഞങ്ങൾ അപ്പുറത്തേക്ക് ഇവിടെ ഇരുന്നിട്ട് ഏതോ പ്ലേറ്റ് എനിക്കിതല്ലേ ഉള്ളൂ. ഫോൺ ഇവിടെ നമ്മൾ പാനിപ്പൂരി കഴിക്കട്ടോ. എനിക്ക് ഓൺലി സ്വീറ്റ് ആൻഡ് ഗ്രാജുവാതി.
ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ടാലും പിടിച്ചു നിർത്തിയേക്കില്ല. എന്താ അങ്ങോട്ട് എടുക്ക്, ഞങ്ങൾ കഴിക്കുന്നൊക്കെ കിട്ടണം. എനിക്കെല്ലാ ഫ്ലേവറും ഇനി പിടി പിള്ളേരപ്പം ജലജീര. എല്ലാം കൂടെ മെഴുകായിരുന്നാൽ മതി. എനിക്ക് വേണ്ട, എൻ്റെ വന്യമോളെ എനിക്കൊന്നും വേണ്ടിക്കാനും. നല്ല ഹൈറ്റിനൊക്കെ അവിടെ ഇത് സ്വീറ്റ് ഒന്നും കണ്ടില്ല, എനിക്കെല്ലാം വേണം സ്വീറ്റ്. നമ്മുടെ ഫുഡിന് ഇവിടെ ഫ്ലേവേഴ്സാണ് പറ്റും. വെള്ളം കുറവാണ്, കിട്ടത്തില്ല. നോക്കി ഇത് വയ്ക്കാണ്. ആ ചേട്ടൻ നോക്കുന്നത് ഗാർലിക്. നമുക്ക് എത്ര ടേസ്റ്റ് ഇല്ല. രാജ്പാദ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്കൊരു സ്പെഷ്യൽ സാധനം തരും. അത് ഞാൻ ഈ വെള്ളം വെച്ചു അവിടെ വെച്ചല്ലേ. ഇത് ആ ചേട്ടൻ നോക്കി ചിരിക്കുന്നു. ഇവർക്കൊക്കെ വരാൻ നേരത്തെ കാണും. നീ എവിടെയെങ്കിലും പറയുന്നത് കേട്ടോ, ഞാൻ എവിടെയെങ്കിലും പറയുന്നത് ലാസ്റ്റ് ഇതാണ്. ഫ്രണ്ട്സിനെയൊക്കെ ഇടയ്ക്ക് കണ്ട് ഗൈസ്. ഇവിടെ ഒരാൾ ഷവർമ തീറ്റയും തുടങ്ങി. ഇത് നമ്മളെടുത്തത് ഷവർമ തീറ്റ നമ്മുടെ എൻ്റെ ഓഫീസിൽ. ഇപ്പം അവിടെ നിന്ന് അവരെല്ലാം മാറിയിട്ട് ഒറ്റം പോകും. നല്ല ശമ്പളത്തിൽ നല്ല രീതിയിൽ പണിയെടുക്കും. ഷവർമ അല്ലേ ഇവിടെ. ഷവർമ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് കാലുകൊണ്ട് വണ്ടി ഇല്ലാത്തോണ്ടാ ഇതൊക്കെ വണ്ടി കൊണ്ടുപോയിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ നോർമൽ ഷവർമ.
നിൽക്കുന്നത് എൻ്റെ സിസ്റ്റർ ആൻഡ് ബ്രദറാണ്. ഇത്തവണ ഞാൻ പാപ്പരാ. അത് വേന എടുക്കും. നിങ്ങൾ അവിടുത്തെ ഷോപ്പ് കഴിച്ചാൽ ഞങ്ങൾ ആഴ്ച 2-3 വട്ടം പോകും. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, സീരിയസ് ആയിട്ട്. എന്താ കഴിക്കടാ, കഴിച്ചേ. ഞാൻ പിന്നെ നീ വല്ല അല്പം വെള്ളം കെടുത്ത് കഴിച്ചാൽ പോരായിരുന്നു. പിന്നില്ല. ടിഷ്യൂ ഇല്ല അല്ലേ? ഞാൻ കഴിച്ചതിൻ്റെ ഇവിടെ ഒക്കെയാവും. ഞാൻ ആട് കൂടെ കൊടുക്കണം. ആടോ ഗൈസ്, നിങ്ങൾ ഹോട്ട് പ്ലേറ്റ് ആണ്, നമ്മുടെ സുഹൃത്തിൻ്റെയാണ്, നിങ്ങൾ വിളിക്കണം കേട്ടോ. ഇതേതാ? ആരുടെ ഇത്? കായംകുളം അമീൻ്റെയാണ്. ഓക്കെ, യെസ് ഗൈസ്, നിങ്ങൾ കാറ്ററിംഗ് ഹോട്ട് പ്ലേറ്റ് കാറ്ററിംഗ് ഇവന്റ് കായംകുളം. വേണ്ട, കഴിച്ചു. കായംകുളം നമ്പർ 7559018147. ഭർത്താവിന് പൈസ വന്നാൽ ഭാര്യ അംഗം എവിടെ നിന്നാണ്? ആ ഒരു ബോധം ഇല്ലാത്തോളെ നമ്മളെ പറയേണ്ട കാര്യമുണ്ടോ? ശരിയാ. ലൈൻ പറയട്ടെ. ലൈമ് വേണ്ട, ഓറഞ്ച്. അപ്പൊ മനസ്സിലാലോചിക്കും ഏത് സമയത്താണ് ഉപയോഗിക്കാൻ പോകുന്നത്. 5 ലൈമ് എടുക്കുന്നു. ഓറഞ്ച് ജ്യൂസ് നല്ല വിശപ്പുണ്ടാകുന്ന കാര്യം. നല്ലതായി കിട്ടുന്നു ഷവർമ്മയ്ക്കകത്ത്. സാഹസികമായി നമ്മുടെ ഷവർമ്മ തീർന്നു. മുട്ട മേടിച്ച ചപ്പാത്തി ചോറ് തന്നെ ചോറും മരുന്ന് മാത്രമോ? അങ്ങനെ മുട്ടയും ശർമ്മയുടെ പറയട്ടെ. വേണ്ട വേണ്ട, ആ പകുതിക ഫുള്ള് വേണ്ട. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ ബാംഗ്ലൂരിൽ ഒന്നും കഴിച്ചിട്ടില്ല. ബാംഗ്ലൂർ മൊത്തം കമ്മനഹള്ളി നല്ല ഫുഡ് കിട്ടും കേട്ടോ. അവിടുത്തെ കൊടുക്കട്ടെ. അത് കാണാം. എനിക്ക് ഉണ്ടല്ലോ ഇവരൊക്കെ ഒന്ന് വിളിച്ച് എന്തോ ഉണ്ട് ഉമ്മി സുഖമാണോ നീയൊക്കെ ഒന്ന് വിളിച്ച് ഞാൻ എന്നും വിളിക്കും. ഞാൻ ഉമ്മയെ വിളിക്കാൻ ഇന്നലെ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയം നമുക്കും വരുവാണെങ്കിൽ അപ്പോൾ ഞാൻ ഈ തൊഴിൽ നല്ലതോട് അപ്പുറത്തായി
അപ്പൊ തയ്യത്ത് പോയി കിടക്കാം. ഞാൻ എന്നെ വിളിക്കും. ഞാൻ ഇന്നലെ ഉള്ളു ഉമ്മയെ വിളിക്കാൻ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നതിന് ഫുഡ് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് മാത്രം. ഈ അപ്പി ചക്കനെ എടുത്ത് അപ്പൊ തയ്യത്ത് കളയണം. നീ പറഞ്ഞാൽ ഞാൻ വിളിക്കത്തില്ല. ഞാൻ ഇന്നോട് നീ ഇവളോട് ചോദിക്കും എന്തിനാണ് ഉമ്മ വിളിക്കുന്നത്? കഴുത്തില് സൂചി വെച്ചോണ്ട് പറ്റത്തില്ല. അപ്പോഴെങ്കിലും ഇത്തിരി സന്തോഷമായിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാമോ? ഒരെണ്ണം കഴിഞ്ഞു. അല്ലല്ല ഒരെണ്ണം കഴിഞ്ഞില്ല. എനിക്ക് വലിച്ചു ഇതിനുണ്ട്. അതെ, ഈ മക്കളാച്ചന്മാരെ കിട്ടിയുള്ളൂ. മനസ്സിലായി. ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ബെസ്റ്റ് ഞാനിതുപോലെ ഒരു ദിവസം നല്ല മുതലെടുക്കാം. ഞാൻ ടേസ്റ്റ് നോക്കണം. ഷവർമ്മ ഒക്കെ ചെയ്തു. മോത്തുണ്ടോ? പോയോ? അത് കഴിക്കാൻ പറ്റത്തില്ല. ഫോട്ടോ എടുക്കാം. ഓണാക്കി വെച്ചേക്കുവാണ്. ആ പിന്നല്ല നമ്മൾ പറയുന്ന എല്ലാം കിട്ടുന്നത്. മോളെ മെമ്മറി ഇത് ഫുള്ളാവൂടി. അത് ഞാൻ ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് എൻ്റെ ബ്ലോഗ് കിടക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ശരിക്കും മധുരം തന്നെയാണ്. മധുരം തന്നെ ഭയങ്കര ഇതിനകത്ത് ബോബ പൊട്ടുന്നു. ബോബ പൊട്ടുന്നു. ഹലോ ഇറക്കാൻ എഴുന്നേറ്റ് പോപ്പറത്തക്കണം. ഹലോ ബാംഗ്ലൂര് വരെ വന്നേ. ഇന്ന് രാവിലെ എത്തി. വേണ്ട എനിക്ക് നോർമലായിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്യത്തുള്ളൂ. ഇവിടെ വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ബോബാറ്റി ഓർഡർ ചെയ്തു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബോബാറ്റി കഴിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഞ്ഞിക്ക് ഒരു സ്ട്രോ ആവുള്ളൂ. എന്നിട്ട് അതിനകത്ത് അത്ര മതി. ബോബ കൊള്ളാം. ഞാൻ ഷുഗർ ഡയറ്റ് ആയിരുന്നു. ഷുഗർ ഡയറ്റ് ഇത്രയും 15 രൂപയ്ക്ക് എന്തോ പോലെ. അപ്പൊ വരുന്നുണ്ടോ? കേറിയ വണ്ടി എനിക്കിതുപോലെ ആയിരുന്നു. ഷുഗർ ഡയറ്റ് എടുത്തിട്ട് ഞാൻ ഭയങ്കര ചോക്ലേറ്റ് പറയാം. ഇതിനൊക്കെ മൈക്ക് വേണ്ടത്. മൈക്ക് ഞാൻ ഭയങ്കര ചോക്ലേറ്റ് പറയാം. ഞാൻ എനിക്ക് ഷുഗർ ഡയറ്റ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനിവിടെ വന്നപ്പം ഷർട്ടും പാൻറ്റും ഒക്കെ വിട്ടിരിക്കും. ഞാൻ ഒരു പണിയാ ഇവിടുന്ന് ഓടിച്ചോണ്ട് അങ്ങോട്ട് വരാം. നടക്കില്ല. ഞാൻ കൊണ്ടുവരാം. വീഡിയോ
വന്നു. ആൾക്കാരൊക്കെ ഒന്ന് തെറി പറഞ്ഞിട്ട് പോകുന്നു കഴിഞ്ഞു ഇവിടെ. എന്നാ മറ്റേ വേണ്ട പുറകെ നിൽക്കുന്ന അയാള് ആ ശരിയാ. ഫോൺ നോക്കിക്കോണേ, ഇവിടെ നിന്നൊക്കെ തട്ടിപ്പറിച്ചെടുത്തോണ്ട് ഓടി പോകും. നല്ല ടേസ്റ്റ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവെ ഇപ്പൊ ഭയങ്കര ഷുഗറിന് അഡിക്റ്റാണ്. അതുകൊണ്ട് ഷുഗർ അങ്ങനെ കഴിക്കാറില്ല. ഡെയിലി ചായ ഷുഗർ കഴിക്കാതിരുന്നിട്ട് കുറിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ശരിക്കും അതെ അത് ബുദ്ധിമുട്ടാവും. കാരണം ചോക്ലേറ്റ് ഒക്കെ ഒറ്റ ഈപ്പിൽ തിന്ന് തീർക്കുന്ന എനിക്ക് ചോക്ലേറ്റ് കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷുഗർ ഇതേതാ ഇത്? ബ്ലൂബെറി. ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, നമ്മുടെ അടുത്ത് ഇതെന്താണ് ചെയ്യുന്നതെന്ന് ഒരു പുള്ളിക്കാരൻ ചോദിച്ചായിരുന്നു. പുള്ളിക്കാരൻ ഞാനിപ്പോൾ കാണിച്ചിരുന്നത് എന്താ ഇവളുടെ റൈറ്റ് സൈഡിൽ ഒരു തൊപ്പി വെച്ച് നിൽക്കുന്നത് കേട്ടോ. പുള്ളിയോട് എനിക്ക് എന്താ കാണിക്കുന്നത്? ഭാഷ പോലെ എനിക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് കർണാടകയൊക്കെയല്ലേ, എടുത്തോണ്ട് പോയാൽ പോലും കേസ് കൊടുത്താൽ പോലും വക വയ്ക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നൈസ് അടി കഴിഞ്ഞിട്ട് നാ നിൽക്കുന്ന പുള്ളിക്കാരൻ വേണ്ടോ തലേ തൊപ്പി വെച്ചിരിക്കുന്ന എല്ലാവരും ഇതിനകത്തോട്ട് നോക്കിയിട്ടാ പോകുന്നത് കേട്ടോ. ഞാൻ വിളിച്ചോളാം. ഞാൻ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടോ അബ്ലു? അത് അവരെല്ലാരും നോക്കുകയാണ് ഗൈസ്. ബോബ അടക്കുന്നുണ്ട് ഗൈസ്. ഒന്ന് എടുത്ത് കാണിയിട്ട് സ്പൂണിൽ. ഓക്കെ, നല്ല ടേസ്റ്റ്. എനിക്ക് വേണ്ട, മതി. കുറച്ചുകൂടി കുറയ്ക്കാതെ. പക്ഷെ ബോബയ്ക്ക് ഒരു ചെറിയ പുളിയുണ്ട്. പക്ഷെ വായിലിടുമ്പോ പൊട്ടിപ്പോകും. അതെനിക്ക് ഇഷ്ടമായി. പൊട്ടിപ്പോകും. ഹായ്. ബാഗിലൊക്കെ ഒരു ഹായ് കൊടുക്ക്. Name, what's your name? Swastika Rani. Okay. Goodbye. Tada. All the best. Guys, നമുക്കിവിടെ ഫാൻസ് ആയിരിക്കുകയാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വ്ളോഗ് എടുത്ത് കഴിയുമ്പോൾ ഇവരൊക്കെ എന്താ മറ്റേ വേറെ ആൾക്കാരെ നോക്കുന്ന പോലൊക്കെയാണ് നമ്മളെ നോക്കുന്നത്. നമ്മളേതോ വലിയ യൂട്യൂബ് ചാനൽ യൂട്യൂബർ ഡേ, എവരി ഡോഗ് ഹാസ് വൺ ഡേ എന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ 1 മില്യൺ അടിക്കും. ഡോഗോ അപ്പൊ ഗൈസ്, അപ്പൊ എന്റെ വിചാരം നമുക്ക് എങ്ങാണ്ട് വലിയ നമ്മൾ യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹായ് കാണിക്കുന്നത്. അതെ, നമ്മളിന്ന് തുടങ്ങിയിട്ടേ ഉള്ളെന്ന് ആ പെണ്ണിനെ അറിയത്തില്ല. പിന്നെ ഞാൻ നാളെ കാണിച്ചു ഇവിടെ ചായ കുടിക്കണമെങ്കിൽ ചായയുടെ ഗ്ലാസ് ഫ്രീ കിട്ടും. നാളെ കാണിച്ചു തരാം. യെസ്, നമുക്ക് അതൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ നമ്മൾ ഇവിടുത്തെ വ്ളോഗ് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഞാനാണെങ്കിൽ കായംകുളത്തുനിന്ന് മണ്ണം കുറച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകും. ഇതാണ് എൻ്റെ തൊഴിൽ. ഞാൻ ആക്ച്വലി അത്യാവശ്യമല്ല, നല്ലപോലെ ഫുഡിയാണ്. 5 മിനിറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ ചോറുണ്ടാണെങ്കിൽ അത് നമ്മൾ ഇച്ചിരി ആവറേജ് കഴിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെയല്ലേ, നമുക്കൊരു 4 നേരം അല്ലെങ്കിൽ 3 നേരം കഴിക്കും. ഇത് 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ അയ വെട്ടിക്കൊണ്ടിരിക്കണം. എനിക്ക് ഇച്ചിരി വിശപ്പ് അസുഖമുള്ള ആളാണ്. എനിക്ക് ചോറൊന്നും കഴിച്ചാൽ എനിക്ക് ചോറ് പറ്റത്തില്ല. എനിക്ക് ചോറ് കഴിച്ചാൽ എനിക്ക് വിശക്കും. എനിക്ക് ഇവിടുത്തെ താഴെ വീട് എനിക്കാണെങ്കിൽ ഫ്രൂട്ട്സ് എന്നെ അപ്പുറത്ത് വിളിക്കുന്നത് വീടുടെ ഞാനിവിടെ വീടുണ്ടെന്ന് പറഞ്ഞു. ഞാനിതുവരെ നടക്കത്തില്ല. എനിക്ക് ബാംഗ്ലൂരിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം റോഡാണ് ഗൈസ്. കാരണം കാണിച്ചു കൊടുക്കുക അവർക്ക്. ഇവിടെ ഇളകി കിടക്കും, ഇവിടെ എല്ലാം ഇളകി കിടക്കും. ഇതെന്റെ വേസ്റ്റ് അത് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ വേസ്റ്റ് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറവാണ്. നമ്മുടെ നാട്ടിലാണ് വേസ്റ്റ് കുമിഞ്ഞ് കിടക്കുന്നത്. ബാംഗ്ലൂരൊന്നും ഇത്ര വേസ്റ്റ് ഇല്ല. അവരപ്പം വന്ന് ക്ലീൻ ആക്കാനും ഉണ്ട് വേസ്റ്റ്. അതെ, എന്നാലും ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്ത വെച്ചാൽ റോഡ്, നമ്മൾ ഈ നടക്കുന്ന പാതയൊന്നും ബെസ്റ്റ് നമ്മുടെ. അതെ, യെസ്. കാരണം നമ്മൾ ഈ നടക്കുന്ന വഴി ഫുള്ള് ഇളകി കിടക്കുക. നമുക്കത് ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ ഈ നടന്നു പോകുന്ന പൊക്കിൽ ചിലപ്പോൾ താഴോട്ട് വീഴും.
അമ്മാതി റോഡ് അതേ ഉള്ളൂ നമുക്ക് ബാംഗ്ലൂരിലൊരു തക്കുട് നമ്മുടെ കൂടെ വന്ന ആൾ തോണ്ട പോകുന്നു നമ്മൾ നമ്മുടെ വ്ളോഗ് ചെയ്യും നമ്മുടെ ഭാരതീയ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണ്. അതുകൊണ്ടാ കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നല്ല എന്റെ തുണി അച്ഛനെ വരുന്നോ? ഈ സാധനം എന്റെ നാക്കില് ഒരു സ്കിന്നിന് കവറ് പൊട്ടിയിട്ട് ഉടുപ്പ് കശത്ത് വെച്ചോണ്ടാ വരുന്നത്. അവസ്ഥ ഇങ്ങനെ വലിയ ബാഗ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ വെയിറ്റ് ഉള്ളതാണ് അത് എടുക്കാൻ കാര്യമായി. നമ്മൾ ലൈറ്റ് ഇട്ടു. ഷിറ്റുമണികൾ വീട്ടിലോട്ട് തിരിച്ചു പോകും. സ്നേഹം ഉണ്ടാവും. ഒരു രാത്രി ഒരു സ്നേഹമുണ്ട്. സ്നേഹം നിങ്ങളൊന്ന് കാണണം ഗൈസ്. ഡബിൾ മീനിങ് എടുക്കരുത് ഗൈസ്. പടം നയിക്കുന്ന വിരാലിയെ പോലെ ദാണ്ട പോകുന്നു. ഇത് പോയി കഴിഞ്ഞാൽ നാട്ടുകാരില്ല. ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.